രമേ രമേ എടി പാലൊന്ന് കൊണ്ടുതരണേ. എടി വരാൻ നേരമില്ല, അതുകൊണ്ടല്ലേ. ആ കൊച്ചിനെ ഇച്ചിരി പാല് കാച്ചി കൊടുക്കണ്ടേ, വയ്യാണ്ടിരിക്കുവല്ലേ. കൊണ്ടുതരണേ പ്ലീസ്. ആ, പാലാണോ അമ്മേ? ഞാൻ പോയി വാങ്ങിക്കൊണ്ട് വരായിരുന്നു. വേണ്ട വേണ്ട, അവൾ ഇങ്ങോട്ട് കൊണ്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ വെറുതെ അവിടെ വരെ നടന്നു പോവൊന്നും വേണ്ട. ചോറ് കഴിച്ചായിരുന്നോ ഉച്ചക്ക്? ആ, ചോറ് കഴിച്ചമ്മേ. ആ, ഞാൻ ആ മുരിങ്ങേല തോരൻ വെച്ചത് നല്ലോണം എടുത്തു വെച്ച് കഴിക്കണം എന്ന് പറഞ്ഞായിരുന്നു. കഴിച്ചോ? ആ, ദൈവത്തിനറിയാം, ഞാൻ അടുക്കളയിൽ പോയി നോക്കിയാ അറിയാം ഇനി. പിന്നെ നല്ല ചൂടാണ്, നല്ലോണം വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ മൂത്രത്തിന് പഴുപ്പ് വരും കേട്ടോ. വെള്ളം കുടിക്കുന്നുണ്ടോ? ഉം. ആ, തമ്പുരാനറിയാം. ധന്യമോളെ, എന്താ അമ്മേ? എന്റെ ബാഗിലെ ചോക്ലേറ്റ് ഇരിപ്പുണ്ട്, എടുത്തോ കേട്ടോ. ചോക്ലേറ്റോ? താങ്ക് യു അമ്മേ. എന്റെ പൊന്നു കൊച്ചേ, നീ ചോറൊന്നും കഴിച്ചില്ലേ? കലത്തിനകത്ത് ചോറ് വെച്ചത് അതുപോലെ തന്നെ ഇരിപ്പുണ്ടല്ലോ. ഏ, എനിക്ക് കഴിയല്ല. നീ ഭക്ഷണം കഴിക്കാതിരുന്ന എന്താ ചെയ്യുന്നു മോളെ? അമ്മ ഞാൻ കഴിച്ചു. ഫ്രിഡ്ജിലാണെങ്കിൽ ആ ഫ്രൂട്ട്സ് വാങ്ങി വെച്ചതൊക്കെ അതുപോലെ ഇരിക്കും, ഒന്നും തൊട്ടിട്ടില്ല. നിനക്ക് കാൽസ്യവും വൈറ്റമിനും ഒന്നും ഉണ്ടായില്ല. പ്രസവിക്കാൻ ആരോഗ്യം വേണ്ടേ? ദൈവമേ, പ്രസവ സമയം ആകുമ്പത്തേക്ക് ഈ പെങ്കൊച്ചിന് ഏറ്റു നിൽക്കാനുള്ള ആരോഗ്യം ഉണ്ടോ ദൈവത്തിനറിയാം. ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നാലും വിശപ്പുമില്ലേ നിനക്ക് 4 മാസമായിട്ടും? ഫ്രൂട്ട്സ് കഴിച്ചായിരുന്നു ഞാൻ. എന്നാ പിന്നെ ജ്യൂസ് എന്തെങ്കിലും അടിച്ചു തരാം. എന്താ അടിക്കട്ടെ, മുന്തിരിയോ ആപ്പിളോ എന്താ വേണ്ടേ? അയ്യോ, എനിക്ക് വേണ്ട, ജ്യൂസ് വേണ്ട. ഞാൻ ആപ്പിള് ജ്യൂസ് അടിച്ച് കുടിച്ചായിരുന്നു. എന്നാ പിന്നെ അവള് പാല് കൊണ്ട വെച്ചിട്ടുണ്ട്, എന്നാ പാല് കാച്ചി തരാം. ആ, ഞാൻ അടിച്ചു വാരി ഇട്ടതായിരുന്നമ്മേ, പിന്നെയും പൊടിയായി. വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചായിരുന്നോ മോളെ? ആ, അമ്മ വിളിച്ചായിരുന്നു. വരാന്ന് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാ വരുന്നേന്ന് അറിയത്തില്ല. ആണോ? നിന്റെ ഡ്രസ്സ് കുറച്ച് ടൈറ്റ് ആയി പോയെന്ന് പറഞ്ഞില്ലേ? അതെന്റെ മുറി കൊണ്ട വെക്ക്, ഞാൻ ശരിയാക്കി തരാം. കുറച്ച് അഴിച്ചിട്ടേ ശരിയാക്കി തരാം. അപ്പൊ ഞാൻ അഴിച്ചോളാം, അതൊക്കെ ഞാൻ വെറുതെ ഇരിക്കുമ്പോ അഴിച്ചോളാം. ആ, ഇനി ഉള്ള ഡ്രസ്സെല്ലാം കൂടി കുത്തിപ്പിടിച്ച് അവിടെ ഇരുന്ന് അഴിച്ച് വെക്കി അങ്ങനെ ചെയ്യണ്ട, ഞാൻ വൃത്തിയാക്കിക്കോളാം. അവിടെ കൊണ്ട് വെക്ക്, നീ ചെയ്യാനൊന്നും നിൽക്കണ്ട. അമ്മ പിന്നെ മറ്റേ നിങ്ങളുടെ ഓഫീസിൽ നിഷ ചേച്ചി വന്നോ ഇന്ന്? വന്നായിരുന്നു. അവള് 2 ദിവസം പനി പിടിച്ച് കിടപ്പായിരുന്നു, പേടിപ്പനി. കള്ളത്തിനെ കയ്യോടെ പിടിച്ചിട്ടേ പേടിച്ചു പോയി കക്ഷി. അങ്ങനെ എന്തോ പനി പിടിച്ചതാ, 2 ദിവസം കൂടി ഇന്ന് ഓഫീസിൽ വരുന്നത്. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു മുഖമൊക്കെ? ഭയങ്കര ചമ്മലായിരുന്നോ? നല്ല ചമ്മലായിരുന്നു, മുഖം കാണണായിരുന്നു. അയ്യോ, ഞാൻ പിന്നെ അങ്ങോട്ട് പോയി സംസാരിച്ച്. ആ, അയ്യോ. എടാ, നീ ഇന്നലെ വന്നപ്പോ 8:30 ആയല്ലേ? 8:30 കഴിഞ്ഞിട്ട് വന്നല്ലോ വന്നപ്പോ. ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അമ്മ. എടാ ചെറുക്ക, നിനക്ക് എല്ലാ ദിവസവും കാണുമല്ലോടെ എന്തെങ്കിലും പരിപാടിയുടെ മോനെ? ഏ, എന്തെങ്കിലും പരിപാടി കാണും അവൻ എല്ലാ ദിവസവും. വീട്ടിലെന്നിട്ട് പാതിരാത്രി അമ്മ കയറി വരികയും ചെയ്യും. നിന്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് നിനക്കറിയാലോ, നിന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് നിനക്കറിയാവോ? ഏ, ഇനി മുതൽ നേരത്തെ വരാം. നാളെ മുതൽ നേരത്തെ വീട്ടിൽ വന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ആ ആ, ഇതിപ്പം പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങി നടക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം കഴിച്ചൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നത്? മോളെ, തുണി അലക്കാനുള്ളത് ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാൻ അലക്കാൻ പോവാ, അലക്കിയിട്ടിട്ട് പോവാം രാവിലെ. വേണ്ടമ്മേ, എന്റെ തുണി ഞാൻ കഴുകിക്കോളാം, എനിക്ക് കുഴപ്പമൊന്നും ഇല്ല. വേണ്ട വേണ്ട, ഞാൻ അലക്കിക്കോളാം. പിന്നെ ചോറും കറിയും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് മര്യാദയ്ക്ക് കഴിച്ചോണം കേട്ടോ. എനിക്ക് വരുമ്പോ കലത്തിനകത്ത് നോക്കി അറിയാം നീ എന്തോരം കഴിച്ചു എന്നുള്ളത്. കഴിക്കാതിരുന്നേക്കരുത്, പറഞ്ഞ കേട്ടോ. ഉം. ആ, പിന്നെ മോളെ, ഞാനേ ഒരു 2 മാസം കൂടെ കഴിഞ്ഞിട്ട് ലീവ് എടുക്കാന്ന് വിചാരിച്ചിട്ടാ ഇരിക്കുന്നത്. പിന്നെ എന്നിട്ട് ലീവ് എടുത്താൽ പോരെ? എനിക്കാണെങ്കിൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിന്റെ കാര്യം ഓർത്തിട്ട് ഒരു മനസമാധാനം ഉണ്ടായില്ല. നീ തിന്നോ കുടിച്ചോ അതെടുക്കുവാ ക്ഷീണം വരുമോ എന്നൊക്കെ ഓർത്തോണ്ട് ആദ്യം എനിക്ക്. വേണ്ടമ്മേ, അമ്മ ലീവ് ഒന്നും എടുക്കണ്ട. ലീവ് എടുക്കേണ്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ അമ്മയോട് പറഞ്ഞോളാം, എന്നിട്ട് ലീവ് എടുത്താൽ മതി. ആ, ആ തുണി കൊണ്ടു. അല്ല മോളെ, സമയം 4:30 അവൾ ഇതുവരെ വന്നില്ലല്ലോ. അമ്മ വരാൻ വേണ്ടിട്ട് ഒരു 5:30 ആകും, 5:30 കഴിയും എത്തുമ്പോ. എന്റെ ദൈവമേ, ഒരു ഗർഭിണി പെണ്ണുള്ള വീടാന്നുള്ള വല്ല വിചാരമുണ്ടേ ഇങ്ങനെ പോവോ അവള്? ഏ, മരുമോള് ഗർഭിണിയായിട്ടിരിക്കുമ്പോഴേ കഷ്ടം തന്നെ. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്തില്ലേ, ലീവ് എടുത്തൂടെ മോള് പ്രസവിക്കുന്നവിടം വരെ? അയ്യോ അമ്മായി, അങ്ങനെയൊന്നും ലീവ് കിട്ടൂല അമ്മയ്ക്ക്. ആ, ലീവ് കിട്ടിയാലെങ്കിൽ പിന്നെ അങ്ങോട്ട് ആ ജോലി അങ്ങ് രാജിവെക്കണം. ഇത്ര നാള് ജോലിക്ക് പോയില്ലേ, ഈ വീട്ടിൽ കുത്തിയിരിക്കത്തില്ലേ? ഈ ജോലിക്കൊന്നും പറഞ്ഞിങ്ങനെ പോകാതെ.
ഇത് നിന്നെ നോക്കാൻ കഴിയല അവക്ക്. അത് തന്നെയാണ് കാര്യം. മരുമോളെ നോക്കാൻ കഴിയല. മോളെ എന്റെ നാത്തോനായതുകൊണ്ട് ഞാൻ കുറ്റം പറയുമെന്ന് മോള് വിചാരിക്കരുത്. ഓ, പണ്ട് മുതലേ കാണുന്നതാ അവളുടെ അഹങ്കാരം. അവളുടെ ആങ്ങളേനെ കിട്ടി ഞാൻ വരുമ്പം പിന്നെ എനിക്ക് ജോലിയൊന്നും ഇല്ലല്ലോ. ഓ, എന്റെ മുമ്പിൽ കൂടെ എന്തോരം നെകളോ ആന്ന് ചോദിച്ചാല് ജോലിയുള്ള എന്റെ പത്രാസ് കാണിയില് എന്തെങ്കിലും ആഘോഷമൊക്കെ വരുമ്പോ എനിക്കും മേടിച്ചു തരും. സാരിയോ അല്ലെങ്കിൽ ചെരുപ്പോ ഒക്കെ. ഞാനൊന്നും ഇടാറൊന്നുമില്ല. അതെന്താ അമ്മായിക്ക് അമ്മ വാങ്ങിത്തരുന്ന സാരിയൊന്നും ഇഷ്ടപ്പെടാത്തോണ്ടാണോ ഉടുക്കാതിരുന്നത്? അതുകൊണ്ടല്ല, എനിക്ക് ഇടാൻ തോന്നിയിട്ടില്ല, അത്ര തന്നെ. അതുകൊണ്ട് ഞാൻ ഇടിയല്ല. അവളോട് വീട്ടിൽ കുത്തിയിരിക്കാൻ പറ. എനിക്ക് ജോലിക്ക് പോകണ്ടെന്ന് മോള് പറ. മരുമോള് പറഞ്ഞ അവള് കേട്ടോളും. ഇനിയിപ്പോ മോള് പ്രസവിച്ച് കഴിയുമ്പോ കൊച്ചിനെയൊക്കെ നോക്കി അവള് വീട്ടിൽ കുത്തിയിരിക്കട്ടെ. മകന്റെ കൊച്ചിനെ നോക്കിയിട്ട് മോള് വല്ലതും പഠിക്കാനോ ജോലിക്കോ ഒക്കെ പോകും. എന്തെങ്കിലുമൊക്കെ ചെയ്യാം അമ്മായി. ഞാൻ ചായ എടുക്കാം. ആ, എന്തെങ്കിലും കഴിക്കാനും കൂടി എടുത്തോ മോളെ, നല്ല വിശപ്പുണ്ട്. ആ, ആയിക്കോട്ടെ. ഉഫ്, എന്റെ ദൈവമേ, വന്നു കയറിയ കാലം മുതൽ കാണുന്നതാ നാത്തുവിന്റെ ജോലിയുള്ള എന്റെ അഹങ്കാരം. ഇനിയെങ്കിലും മരുമോള് വീട്ടിൽ കുത്തി ഇരുത്തിച്ചാ മതിയായിരുന്നു സാധനത്തിന്. ഉഫ്, അവളുടെ കെട്ടിയവൻ മരിച്ചു കഴിഞ്ഞപ്പോ അവളുടെ അഹങ്കാരം കുറച്ചു കുറഞ്ഞു. എന്നാലും കെട്ടിയവരും മരിച്ച് മക്കളെ വളർത്താൻ വേണ്ടി അവള് കൂലിപ്പണിക്ക് പോകുന്നത് കാണാനായിരുന്നു ഒരു രസം. ഇത് ഗവൺമെന്റ് ജോലിക്കാരിയല്ലേ. ഓഹ്. ഓ, നാത്തൂൻ വന്നായിരുന്നോ? എപ്പ എത്തി? ഞാൻ വന്നിട്ട് കൊറേ നേരമായി. അല്ലടി, നീ ഈ ഗർഭമുള്ള പെണ്ണിനെ ഇട്ടിട്ട് ഇങ്ങനെ ജോലിക്ക് പോകുന്നത് ശരിയാണോ? ഏ, ഒന്നിനും ആ പെണ്ണിന് വയറ്റിലില്ലേ? അതിന് പെട്ടെന്നൊരു വയ്യാഴിക വന്നു, ഒരു ക്ഷീണം വന്നു. ഇവിടെ ആരെങ്കിലും ഉണ്ടോ കാണാൻ വേണ്ടിട്ട്? ഉണ്ടോ? എന്റെ അമ്മായി, അതിലല്ലേ ഫോൺ ഉള്ളത്. എനിക്ക് എന്തെങ്കിലും വയ്യാഴിക വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫോൺ എടുത്ത് വിളിക്കാലോ. പിന്നെ അമ്മ എല്ലാ പണിയും ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. എന്നെ കൊണ്ട് ഒരു പണി എടുപ്പിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. അമ്മ എന്നെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. പിന്നെ എന്തിനാ അമ്മ വെറുതെ ജോലിയും കൂടെ കളഞ്ഞിട്ട് ഇവിടെ എന്നെ നോക്കിയിരിക്കണം? ഞാൻ അത്ര കുഞ്ഞു കൊച്ചാണോ? ഓ, എന്ത് ഫോണുണ്ട്, എന്തുണ്ടായിട്ട് എന്താ കാര്യം? അടുത്തൊരാളില്ലെങ്കിൽ പിന്നെ അതിന്റെ കുറവ് കുറവ് തന്നെയാ. ഇവക്കല്ലെങ്കിലും പണ്ട് മുതലേ സ്വന്തം കാര്യം സ്വന്തം കാര്യം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ഇവക്ക്. മറ്റുള്ളവരെ കുറിച്ചൊന്നും ഇവള് ചിന്തിക്കുകയല്ല, സ്വന്തം സന്തോഷം മാത്രം. കെട്ടിയവൻ ചത്തിട്ടും ഇവളുടെ അണിഞ്ഞൊരുങ്ങിയുള്ള നടപ്പിനൊന്നും ഒരു കുറവുമില്ല. എവിടെയെങ്കിലുമൊക്കെ കല്യാണത്തിനോ എല്ലാത്തിനൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ പോക്ക് കണ്ടാൽ കെട്ടിയാനുള്ള പോലെയാ. കെട്ടിയവൻ ചത്തുപോയതിന്റെ യാതൊരുവിധ അടക്കോ ഒതുക്കമൊന്നും ഇവക്കില്ല. ഏഹ്, നീ കഴിഞ്ഞ ദിവസം പിന്നെ എന്താ നിന്റെ ഓഫീസിൽ നിന്ന് എല്ലാരും കൂടി ടൂറ് പോയെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. 2-3 ദിവസത്തെ ടൂറ്. ഇതിനൊക്കെ വല്ല കാര്യമുണ്ടോ നിനക്ക്? നീ ഇനി ജോലിക്കൊന്നും പോകാണ്ട് ഇനിയിപ്പോ ഇവള് പ്രസവിച്ചു കഴിഞ്ഞാൽ കൊച്ചിനെ നോക്കി ഒക്കെ വീട്ടിൽ കുത്തി ഇരിക്കാൻ നോക്കും. മതി ജോലിക്ക് ഉടുത്തുരുങ്ങി പോയതൊക്കെ. മതി അമ്മായി, മതിയാക്ക്. ഞാനേ ആരെയും കണ്ടോണ്ടല്ല ഗർഭിണിയായത്. ഞാൻ ഗർഭിണി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രസവിക്കുകയും ചെയ്യും, എന്റെ കൊച്ചിനെ ഞാൻ വളർത്തുകയും ചെയ്യും. അമ്മയുടെ മകനെ നന്നായിട്ട് വളർത്തി പഠിപ്പിച്ച് വലിയ ആളാക്കി. ഇനി മകനൊരു കൊച്ചുണ്ടായപ്പോ ആ കൊച്ചിനെ അമ്മ തന്നെ വളർത്തണമെന്ന് വാശി പിടിക്കാൻ പറ്റുമോ? പിന്നെ അമ്മ ടൂറൊക്കെ പോകുന്നത് അത് അമ്മയുടെ സന്തോഷം. അമ്മ ആരെയും അതിനു വേണ്ടി പേടിക്കേണ്ടത്? അമ്മ പണിയെടുത്താ ജീവിക്കുന്നത്. അമ്മ പണിയെടുത്താൽ അമ്മയ്ക്ക് ജീവിക്കാം. അല്ലാണ്ട് അമ്മയ്ക്ക് നാട്ടുകാരെ പേടിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ അമ്മ ആരെയും ഈ പേടിക്കണ്ടേ? അമ്മ ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞിട്ട് വെള്ളസാരി എടുത്ത് കരഞ്ഞോണ്ടിരിക്കണമെന്നാണോ പറയുന്നത്? അത് ഞങ്ങൾ എന്തായാലും സമ്മതിക്കുകയില്ല. ഞങ്ങളുടെ അമ്മ നല്ല അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് നടക്കുന്നത് തന്നെയാണ് ഞങ്ങൾക്ക് സന്തോഷം. മരുമകളായ എനിക്കും ഒരു കുഴപ്പമില്ല, അമ്മയുടെ മകനും ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നാത്തൂനായ അമ്മായിക്ക് വലിയ കുഴപ്പമൊന്നും വേണ്ട കേട്ടോ. ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. അതെ അമ്മായി, അമ്മയോടെ നല്ല അസൂയുണ്ടല്ലേ? പഠിക്കാൻ പറ്റുമ്പോ പഠിക്കണ്ടായിരുന്നോ? എന്നാ പിന്നെ അമ്മേനെ പോലെ സർക്കാർ ജോലിയൊക്കെ കിട്ടൂലായിരുന്നോ? എനിക്ക് കുശുമ്പൊന്നുമില്ല.